സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നേടാം. അമ്മ എല്ലാം ചെയ്തിട്ട് എന്റെ തലയെ പഴിച്ചായിരിക്കാ. ഒന്നും തലയിലേക്ക് വെക്കുവല്ല. നീ സ്വപ്നം കാണുന്ന രീതിയിലാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ അമ്മ അങ്ങനെയല്ല വളർത്തിയത്. എല്ലാവരും പെൺകുട്ടികളെ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാ വളർത്തുന്നത്. ആ കാലത്തെല്ലാം അങ്ങനെയാ. നിന്നെ പോലെ ഈ രീതിയിൽ ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ ചൂല് കെട്ടുകൊണ്ട് അടിച്ച് താഴെ ഇടുമായിരുന്നു. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിച്ച ഐ ബിക്കം ഓൾഡ്. പെട്ടെന്ന് കിളവിയാകും. എനിക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, തീർക്കണം. വിട്ടുകളഞ്ഞേക്ക്. അവള് ദേഷ്യം വന്നപ്പോ പറഞ്ഞായിരിക്കും. പിന്നെ നിന്റെ അല്ലേ മോള്, അപ്പൊ ആ ഗുണം കാണിക്കായിരിക്കും. അവൾ എന്റെ മോളല്ല, കുട്ടി പിശാശം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എന്നാ നീയും കുറച്ച് കഴിച്ചോ. അതെന്താ അങ്ങനെ ഒരു പുതുമ? ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു. ഈ കഴിക്കുന്നതേ നമ്മുടെ ടെറസിൽ വളർന്നതാ. ഈ സാലഡിന് 20,000 രൂപയോ? അല്ല, എന്റെ മുടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുപറ്റി? അപ്പൊ കണ്ടില്ലേ? നന്നായിട്ടുണ്ട്. കള്ളം പറയരുത്. അല്ലല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. വയലറ്റ് ആണോ? റെഡ് ഗോൾഡ്. ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴുകിക്കളയാൻ ഞാനൊരു ഡൈസ്റ്റൈനർ വാങ്ങിയിരുന്നു. ഇനിയിപ്പോ എനിക്ക് ധൈര്യമായി. നാളെയാണ് മോളുടെ സ്കൂളിലെ പാരന്റ്സ് ഡേ സെലിബ്രേഷൻ. ഒന്ന് പോയി കലക്കണം. കലക്കാം കലക്കാം. ഇന്റർവ്യൂല് തോറ്റേന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് 34 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഓപ്ര വിൻഫ്രൈ പോലും 5 പ്രാവശ്യം ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടത്. എന്താ പറഞ്ഞേ? 34 കോടിയോ? അവരാരാ? അത് നമ്മുടെ ഈ കൊച്ചുകടവന്ത്ര അടുത്തുള്ളൊരു പെങ്കൊച്ച. കൊള്ളാലോ, നമ്മുടെ നാട്ടുകാരിയാ. ഇനി എന്റെ അയർലൻഡിൽ പോക്ക് എന്താവോ എന്തോ. എന്താ? അതെന്താ? ഒന്നുമില്ല, രാവിലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യൻ വന്ന് നമ്മുടെ വണ്ടിയുടെ വട്ടം ചാടി. എന്നിട്ട് സീരിയസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ ആ പയ്യനെ അവിടെ നിന്ന് എടുത്ത് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കേസായാലോ എന്നൊരു ചെറിയ പേടിയുണ്ട്. നമ്മുടെ വിസ പ്രോസസ്സിങ്ങിനെ ചിലപ്പോൾ ബാധിക്കും. വിസയ്ക്ക് വേണ്ടി ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് അത് കൈ കിട്ടാൻ പോയ സമയത്താ. ഈ കേസ് എന്ന് പറഞ്ഞാ അറസ്റ്റും മറ്റോ ഒന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും വിസയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ആ ലൈസൻസ് കൊടുത്താൽ മതിയായിരുന്നു. എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ജീവിതമായിപ്പോയി എൻ്റെ. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാലോ? അയ്യ, അത് വേണ്ട. എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകട്ടെ. അത് വാങ്ങി വെച്ചതല്ലാതെ ഇതുവരെ ഞാൻ പുറത്തെടുത്തിട്ടില്ല. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. വിസയുടെ കാര്യം എന്താ വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഓക്കെ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് ഇപ്പം തന്നെ വരാം. ആ ഹലോ, എടത് ഞാനാ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വാസന്തിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ അവൾക്ക് വേറെ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. താങ്ക് യു. ആ ശരി, വെക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. ആരായിരുന്നു വിളിച്ചേ? ഓഫീസ് കൊളീഗ്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതാ. വാ, ആഹാരം കഴിക്കാം. ആകാശവാണി തിരുവനന്തപുരം നിലയം. നിങ്ങൾ ഇതുവരെ കേട്ടത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പുതിയ തീരുമാനങ്ങളെക്കുറിച്ചും അവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാരത്തോൺ മത്സരത്തിൽ എല്ലാവരും പങ്കുചേരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി അല്പസമയത്തിനുള്ളിൽ കാലാവസ്ഥാ പ്രവചനം കേൾക്കാം. സർ, ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറിനെ അന്വേഷിച്ച് വിളിച്ചായിരുന്നു. കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഇതാ. നമസ്കാരം, ആകാശവാണി നിലയം. ആ പറയൂ സാർ. ഹലോ, ഞാൻ സന്തോഷ് റാമാണ് സംസാരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിരുന്നല്ലോ. ആ അതെ സാർ. ശരി സാർ. ഗുഡ് ഈവനിങ് സാർ.
സൗത്തിൽ നിന്ന് വൈറ്റിൽ വരെ ട്രാഫിക് ബ്ലോക്ക് ആണ്, അത് വേഗം ക്ലിയർ ചെയ്യേ. കറക്റ്റ് 4 മണിക്ക് തന്നെ പ്രസിഡന്റ് രാജ്ഭവനിലെത്തും. ഓവർ. എഴുതിയായിരുന്നോ? ഇനി സൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ സാറിനെ കാണാൻ വേണ്ടി. ആ സാറാ. സർ നമസ്കാരം സർ, ഞാൻ സന്തോഷ് റാം. വേഗം പോ. വായി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, തനിക്ക് വേറൊരു പണിയില്ലേ? ആ എന്താ? ഞാൻ സന്തോഷ് റാമാണ് സർ. ആക്സിഡന്റ് കേസാണോ? അതെ സർ. ഇതാരാ? അതെന്റെ വൈഫാണ്. ഈ കാണുന്ന ആരാ? ഞാനാണ് സർ. ലൈസൻസ് നോക്കാറില്ലേ? ഈ പാസ്പോർട്ട് ഉണ്ടോ? 18ാമത്തെ വയസ്സിൽ എടുത്തതാ. ഡേറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ആക്സിഡന്റ് നടന്നപ്പോൾ സാർ ഇവിടെ ആയിരുന്നു? ഞാൻ വണ്ടി തന്നെ ഉണ്ടായിരുന്നു സർ. വീട്ടിൽ കുക്കിംഗ് ഒക്കെ ആരാ? ഞാനാ സാറേ. ഹൗസ് വൈഫാണോ? അല്ല സർ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം. ജോലിക്കും പോകുന്നുണ്ട്, അടുക്കളപ്പണിയും ചെയ്യുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഈ സാറിന് എന്തുവാ ജോലി? സർ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസ്പെക്ടർ രാമോഹൻ സാറിന്റെ ഫ്രണ്ടാണോ? ആ റിപ്പോർട്ടർ ഇവിടെ ഉള്ളവർക്കെല്ലാം ഫ്രണ്ടാ. ഇതാ നോക്ക്, ഇത് കേസായി. RTI ക്രൈം. ഈ കുറ്റത്തിന് 3 വർഷം തടവെന്നാണ് നിയമത്തിലുള്ളത്. ഇനി നിങ്ങളുടെ പുറകെ പത്രവും ടിവിയും കോടതിയും ഒക്കെ വരും. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, റേഡിയോയിൽ പോയി ന്യൂസും കൂടെ വായിച്ചേരെ. സ്റ്റീഫൻ സാർ. ഗുഡ് മോർണിംഗ് സാർ. വൈറ്റ്ലയിൽ ട്രാഫിക് ജാം ആയിരിക്കുന്നല്ലോ. സാർ 2 പ്രാവശ്യം നോ പാർക്കിംഗ് എന്ന് എടുത്തതാ. റിക്കവറി വൺ പോയിട്ടുണ്ട്. എങ്കിൽ ആദ്യം നിങ്ങൾ അങ്ങോട്ട് പോകും സ്റ്റീഫൻ. യെസ് സാർ. ആ സാറ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അറിഞ്ഞില്ല. നിനക്ക് എന്താ പിന്നെ അറിയാവുന്നു? നിന്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷെ അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം പ്രശ്നം അതൊന്നുമല്ലടാ. എൻ്റെ വൈഫിൻ്റെ ലൈസൻസ് എക്സ്പയറി ആയിട്ട് 2 വർഷം കഴിഞ്ഞു. ആ അതെ, അത് വലിയ പ്രശ്നമാണ്. നമുക്കിനൊരു വക്കീലിനെ വെച്ച് മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡേറ്റ് ഓഫ് ബർത്തോ? ആർക്കറിയാം. മാഡത്തിൻ്റെ ജാതകത്തിലൊരു ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂളിൽ ചേർത്തത് വേറെ ഡേറ്റിൽ, SSLC ബുക്കിലാണെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഡേറ്റാ. മാഡം എപ്പോഴാണ് ജനിച്ചെന്ന് മാഡത്തിന് പോലും അറിയാൻ പറ്റില്ല. ഇപ്പം ഹെയറൊക്കെ കളർ ചെയ്ത് +2 ചേരാൻ പോവില്ലേ? ഇല്ലടാ, ഈ കേസ് തീരുന്നവരെ എനിക്കൊരു ടൂറിസ്റ്റ് വിസയിൽ പോലും എങ്ങും പോകാൻ പറ്റില്ല. അയർലൻഡിലേക്കല്ല, ഒരു നരകത്തിലേക്കും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് പോകുന്നതുകൊണ്ട് എക്സ്പയർ ആയ ലൈസൻസ് എന്ന് എന്നോട് പകരം വിട്ടല്ലേ? അത് എക്സ്പയർ ആയ കാര്യം നിനക്ക് അറിയില്ലായിരുന്നു മാത്രം പറയരുത്. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ വാങ്ങി വെച്ചതല്ലാതെ കൈ കൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. എന്റെ കയ്യിലേക്ക് അത് എടുത്ത് തരുമ്പോ പോലും നീ നോക്കില്ലല്ലോ. ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന സംഭവം എനിക്ക് അറിയത്തു പോലുമില്ല. എനിക്കൊന്നും അറിയില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ ഒരുത്തി മാത്ര. ഞാൻ ഫോറിനിൽ പോകാതെ നീ വിളമ്പി തന്നെ തിന്നിട്ട് ഡെയിലി നിന്റെ തിരുമോന്തയും കണ്ട് ഞാൻ ഇവിടെ തന്നെ ചടഞ്ഞുകൂടല്ലേ നിനക്ക് വേണ്ടത്? ഇത്ര വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഏതാണ് അനുസരിക്കില്ല എന്ന് പറഞ്ഞത്? അയർലാൻഡ് നിങ്ങൾ പോണെന്ന് പറഞ്ഞപ്പോ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാക്കിട്ട് പോണത് അത്ര ശരിയല്ല, നിങ്ങൾ മാത്രം പോയാൽ മതിയെന്ന് ഞാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ എന്നോട് സംസാരിക്കാവോ? നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവാതിരിക്കൂ. റാണിയുടെ സാരിയൊക്കെ കൂടുതൽ വില നിന്റെ സാരിക്കായിരിക്കണം. ഓഫീസ് കഴിഞ്ഞ ഉടനെ ഗിരിജയുടെ കൂടെ പോയി ബജ്ജി കഴിക്കണം. ഇതെല്ലാം നീ രസിച്ച് രസിച്ച് പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് കേട്ടിരിക്കണം. ഇതുപോലെ ഇനിയുണ്ടല്ലോ. എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നീ കാരണം ഇപ്പൊ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ വേറെ അർത്ഥ. രാവിലെ 7 മണിക്ക് ധൃതി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വേണ്ട ചോറും കറിയും പാത്രത്തിൽ കുത്തി നിറച്ച് വെച്ചിട്ട് രാത്രിയിലത്തെ 4 ഉണക്ക ചപ്പാത്തിയും കൊണ്ട് ഒരു ദിവസം അവസാനിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരുക്കിയ കിട്ടുന്ന ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി എന്റെ ലൈഫ് മൊത്തം ഞാൻ ഈ നരകത്തിൽ കിടന്ന് ചാവണോ? എനിക്കൊരു നല്ല സ്ഥലത്ത് വീട് വെക്കണം. നല്ല അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മോള് വളരണം. നമ്മുടെ അയൽവാസികളൊക്കെ നല്ലവരായിരിക്കണം. എല്ലാവരുടെ ഭാര്യമാരോടും എങ്ങനെ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അനൗൺസ്മെന്റ് ശരിയല്ലെങ്കിലോ മോഡുലേഷൻ ശരിയല്ലെങ്കിലോ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം ശരിയാക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എനിക്കതൊന്നും വിധിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയമില്ല, സ്പോർട്സ് ഇല്ല, സിനിമയില്ല. സമയത്ത് വീട്ടിൽ കയറണം. എങ്ങാനും ലേറ്റായ 4 മെസ്സേജും 7 മിസ് കോളും. എന്തിനു വേണ്ടിയാ? ഉള്ളിയുടെ വില കൂടി, തക്കാളിയുടെ വില കുറഞ്ഞു, സ്കൂൾ ഫീസിന്റെ കാര്യത്തിൽ ഒരു ചർച്ച. ഇത് മാത്രമല്ലോ എന്റെ ലൈഫിൽ. ഈ വീട്ടിൽ വന്ന് 14 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇതെല്ലാം ചെയ്തത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇന്നലെ എന്തുണ്ടാക്കി, ഇന്ന് എന്താണ്, നാളെ എന്തുണ്ടാക്കണം, ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാ.
പച്ചക്കറിയും ഉള്ളി വിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാ. ഇത്തിരി എരിവ് കൂടിയാലോ ഉപ്പ് കൂടിയാലോ പാത്രം അങ്ങ് പറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനെന്താ വീട്ടു ജോലിക്ക് ആളെ വെക്കണോ? അല്ലേ വേണ്ട, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ഇനി നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നേ? എനിക്കും ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. സ്വപ്നോ? എന്താണ് നിന്റെ സ്വപ്നം? കണ്ണടച്ചുറങ്ങിയ എല്ലാവർക്കും സ്വപ്നം വരും. അതല്ല, ആഗ്രഹങ്ങളോടെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന വിഷനാണ് സ്വപ്നം. അതുപോലെ സ്വപ്നം കാണണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണോടി. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടി. ആ ഫോൺ അറ്റൻഡ് ചെയ്യടി. ഹലോ, അതെ, എന്താ, എപ്പോ? ശരി, കമ്മീഷണർ ഓഫീസിൽ നിന്നാ വിളിച്ചേ. രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. നീ പോയിട്ട് വാ, എന്നെ കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. രണ്ടുപേരും ഒരുപാട് വൈകിയല്ലോ, എന്താ പ്രശ്നം? എല്ലാം സോൾവായി, ഇനി ഒരു പ്രശ്നമില്ല. മോളെ, ഞങ്ങളല്ല അത്താഴം കഴിച്ചു. അമ്മയ്ക്ക് തലവേദന എന്നും പറഞ്ഞ് കിടക്കുക. മേശപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കഴിക്കാച്ചാ. അവരെന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും പറയാനും അറിയില്ല. വല്ലാതെ പേടി തോന്നുക. നിങ്ങളെ ഒന്ന് കൂടെ വാ പ്ലീസ്. ഭക്ഷണം കഴിച്ചില്ലേ? എന്താ രണ്ടുപേരും കൂടി ഇവിടെ? മോനെ, നിനക്കെന്ത് പറ്റിയടാ? അച്ഛാ, ആക്സിഡന്റ് കേസ് കാരണത്തിനായി കമ്മീഷണർ ഓഫീസിൽ വരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടി. ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നത്? കെട്ടിയവനെ വിളിച്ചോണ്ട് പോയിക്കൂടെ? ഇവളെന്താ കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകാനായിട്ട്? അവള് പോയിട്ട് വരും, അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. എടാ, പാർക്കിലേക്കൊന്നും അല്ല പോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്കാ. കുറ്റം ചെയ്തത് നീയാണ്, ഇവളല്ല. ഞാൻ നിന്റെ കൂടെ വരാൻ പോളെ. അതെനിക്കറിയാം. അച്ഛാ പ്ലീസ് പോയി കിടക്കാൻ നോക്ക്. എടാ, എന്താടാ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത പെങ്കൊച്ചാ ഇത്. അതാണ് പ്രശ്നം. അവൾക്കില്ല, അതാണ് പ്രശ്നം. എനിക്ക് എല്ലാരും ഉള്ളതാണ് എന്റെ പ്രശ്നം. എടാ നീ അച്ഛാ പ്ലീസ്, ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്. അച്ഛനിൽ തലയിടണ്ട, പോയി കിടന്നുറങ്ങ്. കമ്മീഷണർ സാറിനെ കാണണം. നിങ്ങളാരാ? വാസന്തി സന്തോഷ് റാം. അവിടെ ഇരിക്കൂ. നാളെ കഴിഞ്ഞുള്ള നിങ്ങളുടെ പ്രോഗ്രാം? വർക്കിംഗ് ഡേ സർ. ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് വേറൊന്നുമില്ല സർ. ആ ദിവസം ഓഫീസിൽ പോകണ്ട. ഡോൺ വറി, ആബ്സെൻ്റ് ആകാതെ ഞങ്ങൾ നോക്കിക്കോളാം. മിഥുല നിങ്ങളുടെ മകളാണോ? അതെ സർ. 2 ദിവസം മുമ്പ് സ്കൂളിൽ നടന്ന ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട VIP-യോട് നിങ്ങളുടെ മകളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആരാണ് ഈ ചോദ്യം പഠിപ്പിച്ചതെന്ന് മിഥിലയോട് ചോദിക്കുകയുണ്ടായി. എൻ്റെ അമ്മയാണെന്ന് അവൾ പറഞ്ഞു. അദ്ദേഹം നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ കൂടെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഔദ്യോഗികമായി സർക്കാർ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. നാളെ ഈവനിങ് 4 o'clock ഒഫീഷ്യൽ വെഹിക്കിൾസ് നിങ്ങളുടെ വീട്ടിലെത്തും. സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി നാളെ ചിലപ്പോൾ താജ് ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുവരാം.
എന്നാൽ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച നിങ്ങളുമായിട്ട് മാത്രമാണ്. സോ ബി റെഡി ബിഫോർ 4 o'clock ടുമോറോ. സർ, ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നാളെ 5 മണിക്ക് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞിരിക്കുക. ആ കേസിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. കുറച്ച് സമയത്തിനുള്ളിൽ ആ കേസിന്റെ ഫയൽ മൂടിക്കെട്ടിയിരിക്കും. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൊമെന്റ് യു ആർ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.